മിക്കപ്പോഴും നമ്മൾ ഡെലിവറി കഴിഞ്ഞാലേ അപ്പം തന്നെ മടങ്ങാറാണ് പതിവ്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നേ. ഏറ്റവും കൂടുതൽ സമയം എന്നെ ഇവിടെ പിടിച്ചിരുത്തിയതാണ്ട് ഈ കുട്ടിപ്പട്ടാളംസിൻ്റെ ഹാപ്പിനെസ് ആണ് കേട്ടോ. ഇവരെ ഓരോ ഐറ്റംസും എത്ര കൗതുകത്തോടെയാണ് പറക്കിയെടുക്കുന്നതെന്ന് ഞാൻ നോക്കി നിന്ന് പോയി. അത്രയ്ക്ക് രസമുണ്ടായിരുന്നു. നമ്മുടെ ബർത്ത്ഡേക്കിൻ്റെ റിയാക്ഷൻ നിങ്ങൾ കണ്ടില്ലേ? ഹാമ്പറിൽ സെറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് മോളുടെ മമ്മി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു കുഞ്ഞുവാവയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിൽ. അതാണ്ട് ഈ ഒരു കാണുന്ന ഡോളില്ലേ, ഇത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരം പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ക്രയോൺസും ലഞ്ച് ബാഗും വാഫറും ഒരു മാജിക് സ്ലേറ്റും പിന്നെ ഒരു ടോബ്ലറോണും ചേർത്തിട്ടാണ് നമ്മൾ ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ നാത്തുവിൻ്റെ കുഞ്ഞുവാവയും കൂടി ഇവിടെ ഉണ്ട്. ആൾക്കും കൂടി ചേർത്തിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ബോക്സിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ മോളുടെ മമ്മി പറയുന്നത് ഇന്നത്തെ അവരുടെ സ്പെഷ്യൽ പായസം കൂടി കുടിച്ചിട്ട് പോയാൽ മതിയെന്ന്. മോളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഐറ്റം ആണല്ലോ. ആദ്യമൊക്കെ നിരസിച്ചെങ്കിലും പിന്നീട് അവരുടെ സ്നേഹത്തിന് മുന്നിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഫൈനലി പായസമൊക്കെ കുടിച്ച് മോളുടെ ഡേ കളർഫുൾ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത്.